യേശു മരിച്ചു. ഇനി നീ മരിക്കണ്ട, നിനക്ക് പകരം ഒരാൾ മരിച്ചു. എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കാം. ആ കർത്താവ് നമ്മെ ചേർക്കാൻ വേഗം വരാറായി. യേശു മരിച്ചു. ഈ വചനം ജസ്റ്റ് കേട്ടു പോകുന്നവർക്കൊന്നും തോന്നത്തില്ല. പക്ഷെ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ജീവരക്ഷ ശക്തിയായിട്ട് വ്യാപരിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയായി വ്യാപരിക്കും. ഈ രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവശക്തിയായി രോഗസൗഖ്യമായി വ്യാപരിക്കട്ടെ, ശാപമുക്തിയായി വ്യാപരിക്കട്ടെ, പാപമോചനമായി വ്യാപരിക്കട്ടെ, ചില അടിമത്തങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായി വ്യാപരിക്കട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തി. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ക്രൂശിൻ്റെ വചനം, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തു എന്തിനു ക്രൂശിക്കപ്പെട്ടു? ഈ രാത്രി എളിവന് ദൈവം പ്രകാശിപ്പിച്ച ആ വിശ്വാസ സത്യത ദൈവം തന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുളിയമ്മല ദേശത്തും വന്ന് എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവ് എന്തിനു മരിച്ചു എന്ന് പറയാൻ ഈ ആയുസ്സിൽ കിട്ടിയ അവസരത്തെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാ. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ക്ഷണിച്ചവർക്ക് നന്ദി പറയുന്നു. മകനെ, നീ അവൻ്റെ പ്രാണൻ്റെ വിലയാ. ചങ്ക് തകർന്ന് അവൻ നമ്മെ സ്നേഹിച്ചതാ. അതുകൊണ്ട് ഇനിയും പാപത്തിൻ്റെ വഴിയെ പോകരുത്. ആ വഴി വളരെ വിശാലപ്പെട്ടതാണെങ്കിലും ചെന്നെത്തുന്നത് നാശത്തിൻ്റെ നാശത്തിൻ്റെ പടുകുടിയിലേക്കാ. ഈ വഴി വളരെ ഞെരുക്കമുള്ളതാണെങ്കിലും ചെന്നെത്തുന്നത് ആരാണെന്ന് അറിയാമോ? അവിടെ ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അവിടെ സ്വർഗീയ സന്തോഷമുണ്ട്, അവിടെ ഭാഗ്യനാടുണ്ട്. അതുകൊണ്ട് പ്രിയനേ, മകനെ, നീ എൻ്റെ പ്രാണന്റെ വിലയാ. ചങ്ക് തകർന്ന ഞാൻ നിന്നെ സ്നേഹിച്ചത്. മകനേ, നീ പ്രാണൻ വില, എന്നെന്നും എന്റേതു മാത്രമേ, എന്നെന്നും എന്റേതു മാത്രമേ. മകനേ, നീ പ്രാണൻ വില, എന്നെന്നും എന്റേതു മാത്രമേ, എന്നെന്നും എന്റേതു മാത്രമേ. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ, പ്രാണൻ വില, മകനേ,
എൻ്റേതാ. നിനക്ക് വേണ്ടിയാ ഞാൻ മരിച്ചു. ആ കർത്താവിന് വേണ്ടി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത. രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയാണ്. അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, ജീവിക്കാം, ജീവിക്കാം. അവന് വേണ്ടി പോകാം, അവന് വേണ്ടി ജീവിക്കാം, അവിടുത്തോടൊപ്പം ജീവിക്കാം. എന്നിട്ട് അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു. എനിക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു. എനിക്ക് പകരം ഒരാൾ മരിച്ചു, 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 മരിച്ചു. ലോകത്തോട് പറയാൻ നമുക്കൊരു സന്ദേശമുണ്ട്. നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇനി മരിക്കണ്ട. കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ക്രൂശിന്മേ കാണുന്ന നാരിതാ, ക്രൂശിന്മേ, ക്രൂശിന്മേ കാണുന്ന നാരിതാ, പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ ഈ മഹാ പാപത്തെ. ദൈവമേ ഓർക്കല്ലേ ഈ മഹാ പാപത്തെ. ദൈവമേ ഓർക്കല്ലേ. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ ആയല്ലോ. ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ ആയല്ലോ. ക്രൂശിന്മേ, ക്രൂശിന്മേ കാണുന്ന താരിതാ, ക്രൂശിന്മേ, ക്രൂശിന്മേ കാണുന്ന താരിതാ. പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ, പ്രാണനാഥൻ
നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് വേണ്ടി പകരമായി വന്ന യേശു നമ്മെ മേൽക്കുവാൻ വേണ്ടിയിട്ട്, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപത്തെ എത്രയും വലിയ അവൻ കടും ചുമപ്പായ പാവമായാലും ഹിമപോലെ വെളുപ്പിക്കുന്ന യേശുനാഥന്റെ സ്നേഹം. ഓ, ഞാൻ പാപിയാ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ദൂരെയായി മാറി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ ശബ്ദപരിയിൽ കേൾക്കുന്ന സ്നേഹിത, ആമേൻ, മാതാവേ, പിതാവേ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിട്ട്, നിന്നെ വിടുവിക്കുവാൻ വേണ്ടിട്ട്, നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നീ നശിച്ചു പോകരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നിനക്കായി പകരം നൽകി നിന്നെ വിടുവിക്കുവാൻ വേണ്ടിട്ട്, നിന്നെ മീட்குവാൻ വേണ്ടിട്ട്. ഓ, ഒരു പക്ഷേ ഞാൻ പാപി എന്നുള്ള ഒരു കുറ്റബോധത്തോടെ ഈ ശബ്ദം കേൾക്കുമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചതെന്നുള്ളത് മറക്കരുത്. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താ ചെയ്യണ്ടേ? യേശു കർത്താവേ, ആ യേശു കർത്താവേ, എന്നെ രക്ഷിക്കണേ, എന്നെ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണേ എന്ന് നിന്റെ ആദരം കൊണ്ട് ശബ്ദമുയർത്തി നീ പറയാമോ? ഇനി ഒരു ജീവിതമില്ല. ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, നാല് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. ഈ ശബ്ദം കേൾക്കുന്നവര് നാളെ ഈ ശബ്ദം കേൾക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇന്ന് ഈ ദിവസം എന്റെ ഹൃദയത്തിൽ നിന്ന് അപ്പാ എന്നെ മീൾക്കുവാൻ വേണ്ടിട്ട്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിട്ട്, എന്റെ പാപവിമോചനത്തിനായി കാൽവാരി ക്രൂശിൽ എനിക്കായി യാഗമായ ആ ക്രിസ്തുവിനെ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ സ്നേഹത്തെ എത്ര പേര് നിങ്ങൾ രുചിച്ചറിയുന്നു? നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ നിന്നെ മീட்കുവാൻ വേണ്ടിട്ട് കാണുന്ന അപ്പനോ അമ്മയോ ലോകമോ സ്നേഹിക്കാത്ത ഒരു സ്നേഹമാണ് കാൽവാരി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവനായി അർപ്പിച്ച യേശു കർത്താവിന്റെ സ്നേഹം. ഒരു പക്ഷേ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ദയവായി ഈ ശബ്ദം കേട്ട് ആ മാനസാന്തരത്തിനായി ആഗ്രഹിക്കുമെങ്കിൽ ഹല്ലേലൂയ, ഈ സ്റ്റേജിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവദാസൻ അവൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ എന്നെ ആമേൻ ഹല്ലേലൂയ ആ ക്രൂശിൽ വീണ്ടെടുത്ത യേശു കർത്താവോട് ചേരണമെന്ന് ആ സ്നേഹത്തെ ഞാൻ ഇന്ന് രുചിച്ചറിയുന്നു. ആ സ്നേഹത്തിൽ ഞാൻ ഒന്നും കൂടി ദൈവത്തോട് അടുക്കുന്നു. ആഗ്രഹിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവദാസന്മാരുണ്ടെങ്കിൽ ആ ദൈവദാസന്മാർ അവൻ ദയവായി നിങ്ങൾ വേദിയിലേക്ക് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ ജനത്തെ നമുക്ക് അനുഗ്രഹിക്കാം. ദൈവദാസന്മാരായി ആമേൻ ഹല്ലേലൂയ, ദൈവസഭയോട് മുഴുനേരമായി ആമേൻ ദൈവവേലയുമായി നിൽക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വേദിയിലേക്ക് വരണമെന്ന് ഈ ജനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവജനമായ വ്യക്തിപരമായ ഒരു വാക്കിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരാണ്. അങ്ങനെയുള്ളവർ ദയവായി മുമ്പോട്ട് വന്നാട്ട് കർത്തദാസന്മാരുടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമാനപ്പെട്ട് വന്നാട്ട് പ്രാർത്ഥന എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്നുള്ളവർ ദയവായി മുമ്പോട്ട് വന്നാൽ വേഗത്തിൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരാണ്, തയ്യാറാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.
പേർ